ഹലോ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും പോലീസിനെയൊക്കെ ഒരു കോമഡി ആയിട്ട് വെച്ചേക്കുകയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യൂ. ആദ്യം അവർ വന്ന് പറഞ്ഞു ഭർത്താവ് തന്നെ പീഡിപ്പിച്ചു, തലയുടെ ഇടതുഭാഗത്ത് 3 ഇടി ഇടിച്ചു, പിന്നിൽ ഇങ്ങനെ ഇടിച്ചു, കഴുത്തിൽ കേബിൾ കൊണ്ട് കുരുക്കി കൊല്ലാൻ നോക്കി, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ സിമ്പതി നേടി. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇവർ ആദ്യമായിട്ട് നമ്മളുടെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യമാണിത്. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇതിൽ കൂടുതൽ സ്ത്രീധനം ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഡിസർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ്? ഒരു 150 പവൻ അടുത്ത് ഡിസർവ് ചെയ്യുന്നുണ്ട്, വേണം, എനിക്കൊരു കാറും ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ മൊഴി കൊടുക്കുന്നത്. പത്രക്കാരുടെ മുമ്പിൽ ഒരു ചളിപ്പുമില്ലാതെ കൂളായിട്ട് നിന്നാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. നമുക്കും ആ വേദന തോന്നും, ആ വിഷമം തോന്നും. ആ കേരള ജനതയ്ക്ക് എല്ലാം തോന്നി. കേരളത്തിലുള്ളവരെല്ലാം റിയാക്ട് ചെയ്തു. അതിൽ നടപടി എടുക്കാതിരുന്ന പോലീസ് തന്നെ സസ്പെൻഡ് ചെയ്തു. ഇതിനു മുമ്പ് വിസ്മയ കേസും മുത്ര കേസൊക്കെ നമ്മളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. 2 പെൺകുട്ടികൾ, നിരപരാധികളായ പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു. ഇതിലെ പ്രതി എന്ന് പറയുന്ന രാഹുലിനെതിരെ ഇന്റർപോളിന്റെ അടുത്ത് പറഞ്ഞ് ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ജർമ്മനിയാണ് രാഹുൽ എന്ന് പറയുന്നത്, വേറെ എവിടെയോ ആണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് രാഹുലിന്റെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടോ ഒന്നുമല്ല. ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാറ്? നിങ്ങളുടെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ്. ഞാനത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കുക. അതിനുള്ള എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം, അത് കുഴപ്പമില്ല. സ്ത്രീധനം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത്? എനിക്കിനി അറിഞ്ഞൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്നോ നാളെ എന്താവുമെന്നോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരടങ്ങി നടക്കുകയാണ്. ഇതിൽ അയാൾ പറയുന്നുണ്ട് താൻ അവളെ മർദ്ദിച്ച മറ്റൊരു കാരണത്തിനാണ്. അത് സ്ത്രീധനത്തിനൊന്നും അല്ല. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് കാറിന്റെ യാതൊരു ആവശ്യവുമില്ല, സ്ത്രീധനവും കൂടുതൽ കിട്ടേണ്ട ആവശ്യമില്ല, താൻ മർദ്ദിച്ചത് മറ്റൊരു കാരണത്തിനാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. ഈ വൈഫിനെ അടിച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം, അതിനുള്ള ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുമ്പ് നമ്മുടെ ഡാൻസർ കപ്പിൾ, മാതൃക ഡാൻസർ കപ്പിളിന്റെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അടി എന്ന് പറഞ്ഞാല് നല്ലോണം എൻ്റെ അടുത്ത് അടിയും നല്ലോണം കിട്ടിയിട്ടുണ്ട്. എന്നെ ഒരു ഭർത്താവാണ് അടിച്ചത്, എന്നൊരു ആണാണ് അടിച്ചത് എന്നുള്ളൊരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോ എന്താ ഒന്നും അറിയില്ല. എത്ര കൂളായിട്ടാണ് നമ്മുടെ സേട്ടായി മാച്ചോ മാനായിട്ട് പറയുന്നത്. നല്ല രീതിയിൽ അടിക്കാറുണ്ട്. ഞാൻ അവൾ അടിക്കുമായിരുന്നു, നല്ല രീതിയിൽ അടിക്കാറുണ്ട്. അപ്പൊ മാതൃക സഹധർമ്മിണി പറയുന്നത് അടിച്ചാൽ എന്താ സേട്ടായി തിന്നാൻ വാങ്ങിത്തരും. അപ്പൊ സത്യത്തിൽ അവിടെ ഈ മാതൃക ദമ്പതിമാരുടെ കാര്യം എടുത്താൽ അവിടെ സേട്ടായോടുള്ള കെയറിങ് ആണല്ലോ സേട്ടായി, അതുകൊണ്ടാണല്ലോ അടിച്ചിട്ട് ഉടനെ തിന്നാൻ വാങ്ങിത്തരുന്നത്. അപ്പൊ സേട്ടായോടുള്ള കെയറിങ് കാണിക്കാൻ തിരിച്ചു അടി കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, എങ്കിലല്ലേ സേട്ടായിക്കും മനസ്സിലാകത്തുള്ളൂ എത്ര കെയറിങ് ആണ് തന്റെ ഭാര്യ എന്ന്. അപ്പോൾ അത്രയും തരം താണ കാര്യമല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇയാൾ പറയുന്നതും ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നതും ശരിയാണെങ്കിൽ ഇയാൾ പറയുന്നുണ്ട് ഞാൻ അടിച്ചത് തെറ്റായി പോയി, അതിന് ഞാൻ എന്ത് ശിക്ഷ വാങ്ങാനും തയ്യാറാണ്, അല്ലാതെ കൊല്ലാനോ മറ്റു കാര്യങ്ങളോ ശ്രമിച്ചിട്ടില്ലെന്ന്. ഇപ്പോ ഈ പന്തിരാങ്കാവ് കേസിലെ പെൺകുട്ടി വന്ന് പറയുന്നത് തന്നെ അങ്ങനെ അടിച്ചിട്ടില്ല, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നാണ്. അതുപോലെ തന്നെ ഇയാളുടെ മുൻപത്തെ കല്യാണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. മുമ്പ് ഒരു കല്യാണം ഉറച്ചിട്ട് അത് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഇയാൾ തന്നോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കല്യാണം മുടങ്ങുമെന്ന് പേടിയിൽ താൻ അത് വീട്ടുകാരോട് പറഞ്ഞില്ല എന്ന്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ മുൻപ് മുടങ്ങിപ്പോയ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ രഹസ്യമായിട്ടെങ്കിലും മുന്നിലേക്ക് വരാതെ രഹസ്യമായിട്ടെങ്കിലും എന്തുകൊണ്ടാണ് മുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഈ രാഹുൽ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ള കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. അവിടെ എന്തോ ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂലോ എന്തോ ആണ് അത് മുടങ്ങിപ്പോയെന്നാണ് പറയുന്നത്. അത് സത്യമാണോ അല്ലയോ എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആ പെൺകുട്ടി പറയുന്നത് തന്നെ മർദ്ദിച്ചത് സ്ത്രീധനം കുറഞ്ഞിട്ടോ വണ്ടി കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല, മാട്രിമോണിയിൽ വന്ന ഒരു പയ്യനുമായിട്ട് മുൻപ് സംസാരിച്ച ആ പയ്യനുമായിട്ട് സംസാരിച്ചു, ആ ചാറ്റോ മറ്റോ കണ്ടിട്ടാണ് ഇയാൾ മർദ്ദിച്ചതെന്നാണ്. അയാൾക്ക് മറ്റെന്തോ സംശയം തോന്നി ഈ പെൺകുട്ടിയുടെ മുകളിൽ, ആ പേരിലാണ് ദേഷ്യം വന്ന് മർദ്ദിച്ചത്. ഓക്കെ, അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാണ്. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടിയും വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമ്മളെല്ലാം കുരങ്ങെളിപ്പിക്കുകയാണ്. നമ്മളെക്കാൾ ഉപരി പോലീസിനെയും നിയമത്തെയും കുരങ്ങെളിപ്പിക്കുകയാണ്. ഇത്തരം വീഡിയോകളെല്ലാം വരുമ്പോൾ, ഇത്തരം ഫോട്ടോസും വീഡിയോസും എല്ലാം വരുമ്പോൾ ഈ പയ്യന്റെ ചിത്രം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. പയ്യന്റെ ചിത്രം മാത്രമല്ല, പേരും അഡ്രസ്സും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പെണ്ണിന്റെ പേര്
ആ പെൺകുട്ടി പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നതല്ലാതെ പെൺകുട്ടിയുടെ മുഖമോ പേരോ നമുക്കറിയില്ല. പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരോ കാര്യങ്ങളോ അറിയാം. പക്ഷെ ഇവിടെ ആ പയ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്രൂശിക്കുകയാണ് നമ്മൾ സമൂഹങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നിയമവ്യവസ്ഥയിലുള്ള IPC സെക്ഷൻ 498 ദുരുപയോഗമാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ IPCയിലെ ഇത്തരം നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, പുരുഷന്മാർക്കെതിരെയുള്ളതാണ്. പുരുഷന്മാർക്ക് വേണ്ടി ഇങ്ങനൊരു നിയമമില്ല. ഡൊമസ്റ്റിക് വയലൻസിന്റെ റൂൾ ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റിന്റെ ആണെങ്കിലും ഒന്നും പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എല്ലാം പുരുഷന്മാർക്കെതിരെയുള്ളത് മാത്രമേ ഉള്ളൂ. അത് മുൻപത്തെ സിസ്റ്റം അല്ലെങ്കിൽ മുമ്പത്തെ കണ്ടീഷൻ അനുസരിച്ച് ഫോം ചെയ്തതാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാലം മാറുന്നതിനനുസരിച്ച് പുരുഷനും പീഡനത്തിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അമെൻഡ്മെന്റ്, ഭേദഗതികൾ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഭേദഗതി ഇതുവരെ വന്നിട്ടില്ല. ഡൊമസ്റ്റിക് വയലൻസ് ഇവിടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള IPC സെക്ഷൻ ഉപയോഗിച്ചിട്ട് ആ പയ്യനെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ഈ പെൺകുട്ടി വന്നിട്ട് ഇപ്പോൾ പറയുന്നത് അച്ഛനും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ രാഹുൽ ഏട്ടൻ അങ്ങനെയൊന്നും അല്ല. ഈ വീഡിയോ കണ്ടു നോക്കൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്. എന്താല്ലേ, ഇപ്പോൾ അത് മുൻപത്തെ അതേ കോൺഫിഡൻസ് കൂടി തന്നെയാണ് പറയുന്നത്. മുൻപ് ആദ്യത്തെ തവണ തന്നെ കൊല്ലാൻ ശ്രമിച്ചു, കഴുത്തിൽ മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കുരുക്കി എന്നൊക്കെ പറഞ്ഞ അതേ കോൺഫിഡൻസോട് കൂടിയാണ് ആ പെൺകുട്ടി ഇപ്പോൾ വന്ന് വീഡിയോ ലൈവ് ചെയ്യുന്നത്. ആ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു, വീട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നത്, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. താൻ കുളിമുറിയിൽ കാല് തെറ്റി വീണതാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസും ഈ പെൺകുട്ടി എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തു നിന്നാണ്. അതായത് ലൊക്കേഷൻ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ രാഹുലിന്റെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ രാഹുലിന്റെ ഫാമിലി ആയിരിക്കാം. ആരോ ആ കുട്ടിയെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്നറിയാത്ത കണ്ടീഷനിലാണ് പോലീസിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ പെൺകുട്ടി ഇങ്ങനെ മൊഴി മാറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാന പ്രശ്നം, ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ വരുമ്പോഴും നമ്മൾ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. ജെന്യൂൻ ആയിട്ടുള്ള കേസ് വരുമ്പോഴും നമ്മൾ ഇതേ രീതിയിൽ എടുക്കാൻ തുടങ്ങും. ഇങ്ങനെ 2-3 കേസുകൾ വന്നാൽ മതി. ഇതിനു മുമ്പ് ഇതുപോലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. കപടമായ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ, ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ മുകൾ അടിച്ചേൽപ്പിക്കുന്ന കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവർ ഒത്തുതീർപ്പിലെത്തുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം പെൺകുട്ടികളുടെ കേസുകളിലുള്ള നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, നമുക്കുണ്ടാകുന്ന സിമ്പതി ഇല്ലാതാകും. നമ്മുടെ പുലി വരുന്ന പുലി കഥ പോലെയാകും. പുലിയൊന്നും വന്നതുമില്ല, അവസാനം യഥാർത്ഥത്തിൽ പുലി വരുമ്പോൾ നമ്മൾ നിസ്സംഗരായി നോക്കി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ നടക്കാൻ പാടില്ലാത്തത് നടക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നത് കൊണ്ട് ഈ കുടുംബത്തിന് എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർത്തോളൂ. ഈ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രഹസനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതിന്റെ അർത്ഥമാണ് മനസ്സിലാകാത്തത്. നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഈഗോ ക്ലാഷ്, ഈ പെൺകുട്ടിയുടെ അച്ഛനും രാഹുലുമായിട്ട് എന്തെങ്കിലും ഈഗോ ക്ലാഷ് ഉണ്ടോ നമുക്കറിയില്ല. അതിന് ഇന്റർകാസ്റ്റ് മാരേജ് ആണോ ഒന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഏതെങ്കിലും മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീർക്കേണ്ടതല്ലേ, അല്ലാതെ ഈ സമൂഹത്തിലേക്ക് വലിച്ചിഴച്ചിട്ട് പോലീസിനെയും വലിച്ചിഴച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു SI ഇതിൽ സസ്പെൻഷനിലായിരുന്നു. അതിൽ പ്രധാനം എന്ന് വെച്ചാൽ പരാതി വന്നിട്ട് കേസെടുത്തില്ല എന്നതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. ഓക്കെ, ശരിയാണ്. പരാതി വന്നാൽ നടപടി എടുക്കണം, പരാതി ഫയലിൽ സ്വീകരിക്കണം, അതിനുവേണ്ട ആക്ഷൻ എടുക്കണം. അയാളെ, ഈ പ്രതിയെന്ന് കരുതുന്ന ആളെ രാജ്യം വിടാൻ അനുവദിക്കരുത്, ശരിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പരാതി തന്നെ കപടമാണ് എന്നാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയല്ലാതെ നമ്മൾ വേറെ എന്താണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? അവിടെ താമസിച്ചിരുന്നത് ആ പെൺകുട്ടിയാണ്, അല്ലാതെ അച്ഛനും അമ്മയല്ലല്ലോ. അച്ഛനും അമ്മയും പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. പെൺകുട്ടി മെച്യൂർഡാണ്, 18 വയസ്സിൽ മുകളിലുള്ളതാണ്. ആ പെൺകുട്ടി വോട്ടവകാശമുള്ള ആളാണ്. രാജ്യത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം തിരഞ്ഞെടുക്കാനുള്ള വിവേകവും വിവേചന ബുദ്ധിയും ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയേണ്ടതാണ്, ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുമാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് മാത്രമേ നമുക്ക് വിലക്കെടുക്കാൻ പറ്റൂ. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും നമുക്കത് കേൾക്കാൻ സാധ്യമല്ല. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടി ഇനിയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്നാണ്
എന്നെപ്പോലുള്ളവർക്ക് അപേക്ഷിക്കാനുള്ളത്. സത്യസന്ധമായ കാര്യങ്ങൾ പറയൂ. നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കൂ, അതാണ് വേണ്ടത്. അല്ലാതെ ഇതിലേക്ക് ഓൾറെഡി പോലീസ് ഓവർലോഡാണ്, പല പല കേസുകളും പല പല ഇഷ്യൂസും ഉണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ കപടമായ ഒരു കേസാണെങ്കിൽ അതിലേക്കൂടെ പോലീസിനെ വലിച്ചഴിച്ച് ജെനുവിനായിട്ടുള്ള കേസുകളിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യാതിരിക്കുക, അവരെ കൂടുതൽ ബുദ്ധിമുട്ടിയായിരിക്കുക. ജെനുവിനായിട്ടുള്ള കേസുകൾ അവർ അറ്റൻഡ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ അവർ കണ്ടെത്തട്ടെ. അതിനിടയ്ക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ആവശ്യത്തിന് വഴങ്ങി നിങ്ങളിങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഒരു പയ്യന്റെ ഭാവി കൂടി ഇല്ലാതാക്കരുത്. ഇപ്പോൾ ആ പയ്യൻ നാട്ടുകാരുടെ മുന്നിൽ കുറ്റവാളിയാണ്, ഭയങ്കര വലിയ ക്രിമിനലിനെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. ഭാര്യയെ 4 വട്ടം തല്ലുന്ന ആൾക്കാർ പോലും രാഹുൽ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ പയ്യൻ തന്നെ നേരിട്ട് വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് ഏറ്റെടുക്കാൻ തയ്യാറാണ്, എന്നെ നിങ്ങൾ അതിനുള്ള ശിക്ഷ തന്നോളൂ, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പയ്യൻ്റെ സൈഡും കൂടെ കേൾക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പോലീസിനുമുണ്ട്. അല്ലാതെ പയ്യനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ ഉടൻ തന്നെ അവനെ തൂക്കി കൊല്ലാനുള്ള നിയമമൊന്നും നാട്ടിലില്ല. അതോടൊപ്പം ഇതിൽ ഏതെങ്കിലും ഭരണാധികാരികളോ അതിനോട് അടുത്ത ബന്ധമുള്ള ആൾക്കാരോ കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കുള്ളൊരു അഭ്യർത്ഥന, ഈ നിയമത്തിൽ ഭേദഗതി ആവശ്യമുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയും ഈ നിയമങ്ങൾ ആവശ്യമാണ്. കാരണം പുരുഷന്മാരും ഡൊമസ്റ്റിക് വയലൻസിന് വിധേയരാകുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം കപടമായ കേസുകൾ വന്നാൽ, ഇതിൽ ഉള്ള കാര്യം കള്ളത്തരമാണെന്ന് തെളിഞ്ഞാൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥയെങ്കിലും ഉണ്ടാകണം. കാരണം അല്ലെങ്കിൽ ഒരാൾക്കെതിരെ എന്തെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റോ ഡൊമസ്റ്റിക് വയലൻസോ ആരോപണം ഉന്നയിക്കും, അതിനുശേഷം പിന്നെ എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിയിട്ട് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടിരുന്നു. അപ്പോൾ അയാളുടെ നഷ്ടപ്പെടാനുള്ള മാനം കപ്പൽ കയറി കാണും, പിന്നെ അത് തിരിച്ചു പിടിച്ചാലും കിട്ടത്തില്ല. എന്തായാലും ഇവിടെ ചെന്നാലും അയാൾ ആ കണ്ണിലൂടെ ആൾക്കാർ കാണും. അപ്പോൾ അതിനുള്ള ഒരു വ്യവസ്ഥ, ഒരു നിയമ ഭേദഗതി ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്.